അഡ്വക്കേറ്റ് പി എ പ്രജി, നേരത്തെ ഷാനിമോൾ ഉസ്മാൻ ചോദിച്ച ചോദ്യത്തിനോടൊപ്പം തന്നെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇൻ്റർനാഷണൽ നിലവാരമുള്ള സിനിമകളുടെ തന്നെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ച, അണിയറയിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തകയാണ് ടെസ് ജോസഫ്. അവരെപ്പോലെ ഒരാൾ ഭയന്നിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവരെന്ന് പുറത്തുവിട്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ശ്രദ്ധേയമാണ്. അതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ CPM-ൻ്റെ MLA കടന്നാക്രമിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു വളരെ പ്രശസ്തയായ ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് എന്തു നേട്ടം? ആ നിലയിലാണ് MLA അതിനെ കാണാൻ ശ്രമിക്കുന്നത്. ലൈംഗികാരോപണം നേരിടുമ്പോൾ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നത് ശരിയാണോ പി എ പ്രജി? എനിക്കതിനോട് ഒട്ടും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ അരുണയില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അരുൺ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി അതിൻ്റെ മറുപടിയായി CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ വാക്കുകൾ കോട്ട് ചെയ്തത്. അത് ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തക ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ആരെക്കുറിച്ചായാലും ആ തരത്തിലുള്ളൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് CPM-ൻ്റെ എന്നല്ല, കോൺഗ്രസിൻ്റെ എന്നല്ല, ഏത് പാർട്ടിയുടെ ആയാലും ആ ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് വിലയിരുത്തപ്പെടണം. CPM അത് വിലയിരുത്തും, അതിനെക്കുറിച്ച് പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ആരോപണം വരുന്നത് 2018-ലാണ്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ MLA-ക്ക് നിങ്ങൾ സ്ഥാനാർത്ഥിയായി സീറ്റ് കൊടുത്തത്? പിന്നെ ഇതേ MLA നിങ്ങൾ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്? ഈ MLA-ക്ക് വേണ്ടി നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്? പരിശോധിച്ചു. എക്സലൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അരുണെ, അതൊരു എക്സലൻ്റായ ചോദ്യമാണ്. അപ്പോൾ അരുണൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ 2018 അവരിങ്ങനൊരു ആരോപണം ഉന്നയിച്ചു, ആ ആരോപണത്തെക്കുറിച്ച് പരിശോധിച്ചില്ലേ എന്നുള്ളതാണ്. ആ ആരോപണത്തെക്കുറിച്ച് അന്ന് പരിശോധിക്കുകയും അതിനെ സംബന്ധിച്ച് ഉള്ള വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്തതിന് ശേഷവും ഈ പറയുന്ന ചലച്ചിത്രകാരി ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയോ അതുമായി മുന്നോട്ട് പോവുകയോ ചെയ്തില്ലല്ലോ. അവിടെ വെച്ച് അത് അവസാനിക്കുകയല്ലേ ചെയ്തത്. ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് ഈ തരത്തിൽ ട്രോമ അനുഭവിക്കേണ്ടി വന്ന എല്ലാ സ്ത്രീകളോടും വളരെ അനുഭാവപൂർണമായ നിലപാടാണുള്ളത്. ഈ തരത്തിൽ വേട്ടക്കാരായി മാറിയിട്ടുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം. അത് മുകേഷ് ആയാലും, രഞ്ജിത്ത് ആയാലും, സിദ്ദിഖ് ആയാലും, ആരായാലും. അതിനകത്ത് അല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടായിരുന്നു. പറഞ്ഞോ, ചുരുക്കി പറയണം, കാര്യം നമുക്ക് ഇനി 5 മിനിറ്റ് ബാക്കിയുള്ളൂ. അതുകൊണ്ട് അരുണെ മ്യൂട്ട് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, ഒന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാനും ഞാൻ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനെങ്കിലും അനുവദിക്കും. തീർച്ചയായിട്ടും താങ്കൾക്ക് അനുവാദമുണ്ട്, താങ്കൾ അത് കംപ്ലീറ്റ് ചെയ്യൂ. ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ താങ്കൾക്ക് സമയമുണ്ട്, കംപ്ലീറ്റ് ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ് ശ്രീമതി ധന്യ രാജേന്ദ്രൻ പറഞ്ഞതിന് വളരെയേറെ പ്രസക്തി ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ധന്യ പറഞ്ഞ വിഷയത്തിനകത്ത് അന്ന് ഒരു പ്രതികരണം എടുത്തു, പക്ഷേ ഇന്ന് ചോദിച്ചപ്പോഴും അവർ പ്രതികരിക്കാൻ തയ്യാറാകത്തില്ല. അതോടൊപ്പം തന്നെ ഇന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഈ പീഡനത്തിനിരയായിട്ടുള്ള ആളുകൾ അവരും പറയുന്നത് എന്താ? സിദ്ദിഖിനെ ചലച്ചിത്ര രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്ത് കളയണം. അതാണോ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു കുറ്റം ചെയ്താൽ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്? കുറ്റം ചെയ്താൽ കുറ്റത്തിനുള്ള ശിക്ഷയല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുക. ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് നിയമപരമായ പരിഹാരം വേണ്ട എന്ന നിലയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ പോകുന്നത് സംഘടനയുടെ അമരത്തേക്ക് എത്തി. പി എ പ്രജി ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അയാൾ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി. ഷമീത്രൻ പറഞ്ഞത് പി എ പ്രജി കേട്ടില്ലേ? അയാൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? വിനയൻ പറഞ്ഞത് കേട്ടില്ലേ? അയാൾ കോമ്പറ്റീഷൻ കമ്മീഷൻ, താങ്കൾ റിപ്പോർട്ട് വായിച്ചിരുന്നോ പി എ പ്രജി? കോമ്പറ്റീഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ അധീശത്വമുള്ള ആളെന്ന് ഇയാളെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? ആ അധീശത്വമൊക്കെ എങ്ങനെയാ വരുന്നത്? അപ്പം സ്വാഭാവികമായും അങ്ങനെയുള്ള ആളെ കുറിച്ചാണ് പി എ പ്രജി പറയുന്നത്. ധന്യ പ്ലീസ്. അങ്ങനെയുള്ള ആളിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അയാൾ ചെയ്ത ഈ മോശപ്പെട്ട ഒരു പ്രവൃത്തിയെയും ന്യായീകരിക്കാൻ ഞാനില്ല. അയാൾ ശിക്ഷിക്കപ്പെടണം, അതിനകത്ത് എന്താ സംശയം? അയാൾ ശിക്ഷിക്കപ്പെടണം, പക്ഷേ അയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം. അയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിന് അയാൾക്ക് നിയമപരമായ ശിക്ഷയല്ലേ വാങ്ങിക്കൊടുക്കേണ്ടത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അല്ല അരുണെ, ഒറ്റ ചോദ്യം ഞാൻ അരുണോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ. ചോദിച്ചോട്ടെ, ഒറ്റ നിമിഷം. ഷാനിമോൾ ഉസ്മാനെ പ്രതികരണം എടുക്കണം താങ്കളുടെ അഭിപ്രായത്തോട്. നോക്കൂ, എനിക്ക് ഇത്രേ പറയാം. കംപ്ലീറ്റ് ചെയ്യാതെ എന്ത് പ്രതികരണമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. Debate with Arun Kumar.